Dears, once again welcome back to Lovely Shouts. ലവ്ലി ഷൗട്ട്സിൻ്റെ LP UP LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി അവർക്കും സ്വാഗതം. +2 ലെവൽ 2023 നടന്ന +2 ലെവൽ മെയിൻ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം എന്ത്? മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൽപ്പന. കൽപ്പന എന്നാണ് മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം. മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം കൽപ്പന എന്നാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 51A. ആർട്ടിക്കിൾ 51A ആണ് മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 51A ആണ്. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അറ്റോർണി ജനറൽ. AG അല്ലെങ്കിൽ അറ്റോർണി ജനറലാണ് കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത്. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തതാണ് തന്നിരിക്കുന്നവയിൽ അറ്റോർണി ജനറൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആദ്യത്തെ മലയാളി ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, യൂണിയൻ ലിസ്റ്റ്. തുറമുഖം യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. യൂണിയൻ ലിസ്റ്റ്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭരണഘടന. ഭരണഘടനയിൽ നിന്നാണ് സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത്. ഭരണഘടന. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, മെഡിസെപ്പ്. മെഡിസെപ്പാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മെഡിസെപ്പ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പെക്ട്രം പദ്ധതി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റാണ് സ്പെക്ട്രം പദ്ധതി അല്ലെങ്കിൽ സ്പെക്ട്രം പ്രൊജക്റ്റ്. സ്പെക്ട്രം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ, സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്? ഓട്ടിസം ബാധിച്ച കുട്ടികൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷന്മാർ പ്രധാനമന്ത്രിമാരായിരിക്കും. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ.
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയായിരിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. അതായത് ഇപ്പോഴത്തേത് സഖാവ് പിണറായി വിജയൻ. പിണറായി വിജയനാണ് ഇപ്പോഴത്തെ ചെയർമാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, സഖാവ് പിണറായി വിജയനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? ആൻസർ എ ആണ്, വില്ലൈ. ചെറുകുടലിൽ കാണപ്പെടുന്ന വില്ലസുകൾ അല്ലെങ്കിൽ വില്ലൈ ആണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത്. ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കുന്നത് ചെറുകുടലിൽ വിരൽ പോലെ കാണപ്പെടുന്ന വില്ലയാണ് അല്ലെങ്കിൽ വില്ലസുകളാണ്. ആൻസർ ഇവിടെ ഓപ്ഷൻ എ, വില്ലൈ. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെഡുല്ല. മെഡുല്ലയാണ് തലച്ചോറിൻ്റെ മെഡുല്ലയാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്. ശ്വസനം നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് മെഡുല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, Ca++, കാൽസ്യം. കാൽഷ്യം അയേൺ. കാൽസ്യമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു. 34ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൽസ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗൗട്ട്. ഗൗട്ടാണ് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി ആണ്, ഗൗട്ട്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗൗട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിലെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ബാക്കി GK ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.